അപ്പോൾ സ്നേഹിതരെ, ഇപ്പോൾ നമ്മൾ ഏകദേശം 3/4 മണിക്കൂർ 45 മിനിറ്റ് വേവിച്ചിട്ടുണ്ട് കേട്ടോ. 45 മിനിറ്റ് വേവിച്ചപ്പോൾ ഈ കണ്ടീഷൻ ഇത്രമായി. അത് ഈ ഇൻഡാലിയം ഉരുളി കേട്ടോ, ഇൻഡാലിയം ഉരുളി. ഇത് ഈ സെയിം ഉരുളി കേട്ടോ, ഇതിന് തിക്ക് ഉരുളാണ്. ചൂട് പതിയെ പ്രടിച്ച് ചെയ്യുള്ളത്. ആ ഇൻഡാലിയം ഉരുളിയിൽ 3/4 മണിക്കൂർ ഏകദേശം 5 കിലോ പഴം, കാമ്പ് മാത്രം കേട്ടോ, തൊലിയപ്പടിയല്ല, കാമ്പ് മാത്രം 5 കിലോ. അതിലാണ് ഈ പാകമായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഇതേ ഇങ്ങനെ പിടിക്കാത്തൊരു ഭാഗം വരും. കണ്ടാ, ഉരുളിയും ഇത് തമ്മിൽ പഴം തമ്മിൽ പിടിക്കാത്തൊരു ഭാഗമുണ്ട് അല്ലേ? ആ പാകം കേട്ടോ. ഇനി നമ്മയിലോട്ട് ശർക്കര, ശർക്കര അപ്പം തന്നെ ശർക്കര ഏകദേശം എത്ര മിനിറ്റ് ഉണ്ട്? ഏകദേശം ഒരു 20 മിനിറ്റാണ് ശർക്കര വേവ് കേട്ടോ. എത്ര ആയിട്ടുണ്ട്? ഈ കണ്ടീഷനായിട്ടുണ്ട്. ഇനി അതൊഴിക്കാൻ പോണേ ഇതിലോട്ട്. അപ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് എത്ര ഗ്രാം ഒഴിച്ചിട്ടുണ്ട്? ഇതിൽ ഒരു 250, ഒരു 400 ഗ്രാമില്ല, 250 മതി. 5 കിലോ 250 കേട്ടോ, മതിയോ? 250 നെയ്യ് മതി 5 കിലോ പഴത്തിന് കേട്ടോ. 5 കിലോ പഴത്തിന് 250. വേണമെങ്കിൽ ആവശ്യം നെയ്യ് ആവശ്യമുള്ളവരാണെങ്കിൽ ഒരു 100 ഗ്രാം കൂടി കൂടുതൽ ഒഴിക്കാം. 300, 350 കൊല ഒഴിക്കാം കേട്ടോ. ഈ പാകമാണ് നമുക്ക് വേണ്ടത്. ഈ പാകം കേട്ടോ, ഇങ്ങനെയുള്ളൊരു പാകം കിട്ടുന്നത് നമുക്ക്. ഇതാണ് കറക്റ്റായ നമ്മുടെ പാകം. ഇനി ബുദ്ധിമുട്ടൊക്കെ ഇവിടുത്തെ കുടുംബിനിയാണ് കേട്ടോ ചെയ്യുന്നതൊക്കെ. പഴം തൊണ്ട് കളഞ്ഞതും അതോടച്ച് ഇരുപത്തിലാക്കിയതും ഞാനല്ല, അതേ ബിന്ദുവാണ് അതിൻ്റെ ക്രെഡിറ്റ്. അതെ, അത് പഴം ഇതിലോട്ട് പാവ് ഒഴിക്കുകയാണ് കേട്ടോ. ഇതാണ് പാവിൻ്റെ പരുകം. അടിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മണ്ണൊക്കെ മാറ്റി വെച്ചോളും കേട്ടോ. കണ്ടാ, അതാണ് എൻ്റെ അരത്രം ബാക്കി വെച്ചേക്കാം. അപ്പോൾ അതിൽ മണ്ണൊക്കെ കല്ലൊക്കെ അതിൽ കിടന്നോളും. എന്നിട്ട് ഇതായി പഴം ഇങ്ങനെ ഇട്ട് വരട്ടണം. ഇങ്ങനെ ഇട്ട് വരട്ടുമ്പോൾ നല്ലൊരു പ്രഥമനായി മാറും. അതിലോട്ട് ചുക്ക്, ജീരപ്പൊടി, ചുക്കുപൊടി, ഏലക്കപ്പൊടി ഇത്ര കൂടി ചേർക്കണം കേട്ടോ. ഇപ്പോൾ വരട്ടണത് വരട്ട് ഭാഗം കേട്ടോ. ഇതിലോട്ട് തേങ്ങാപ്പാൽ ചേർക്കാം. നമുക്ക് ആവശ്യം പോലെ കട്ടി, എന്തോരം കട്ടി വേണം അത്രയും തേങ്ങാപ്പാൽ ചേർക്കാം. ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം വരട്ടി വെക്കുകയാണ്, കാരണം ഇവിടെ ഉപയോഗിക്കാൻ ആളില്ലാത്തതുകൊണ്ട് കുറച്ചേ ഞങ്ങൾക്ക് വേണ്ടു. അപ്പോൾ കുറച്ചെടുത്ത് ഉള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇതാണ് വരട്ടി വെക്കുകയാണ്. ഞങ്ങൾ വരട്ടിയിട്ട് ഞങ്ങൾ ഫ്രീസറിലോട്ട് വെക്കും തണുത്തിട്ട്. ആവശ്യം പോലെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് എടുത്ത് നീട്ടാം. തേങ്ങാപ്പാൽ ഉപയോഗിച്ച് നീട്ടി ഉപയോഗിക്കാം. വീഡിയോ ചുരുക്കണോണ്ടാണ്, ചുരുക്കി പറയുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വേഗം കാണിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തതില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു.